ഈ മരുഭൂമിയിലൂടെ കോടിക്കണക്കിന് രൂപയുമായി വരുന്ന ഒരു വാഹനം കൊള്ളയടിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. അതിനായി കവർച്ചക്കാരൻ തന്റെ സ്നൈപ്പർ റൈഫിൾ തുറന്ന് അതിൽ 2 ബുള്ളറ്റുകൾ നിറച്ചു. തുടർന്ന് ഇരയെ കാത്ത് 200 ഡിഗ്രിയിലധികം ചൂടുള്ള ഒരു മണൽക്കുഴിയിൽ അവൻ ഒളിച്ചിരുന്നു. അതേസമയം അവന്റെ സഹായി തീതുപ്പുന്ന യന്ത്രവുമായി മറ്റൊരു മണൽത്തിട്ടയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്നു. അധികം വൈകാതെ വാഹനം അവർ ഒരുക്കിയ കെണിയിലേക്കെത്തി. എന്നാൽ ഡ്രൈവർ മുന്നിലെ ഉയർന്ന മണൽത്തിട്ട കണ്ടപ്പോൾ തന്നെ അപകടം മണത്ത അയാൾ ഉടൻ തന്നെ ക്യാമറകൾ ഓണാക്കി 1000 മീറ്റർ ചുറ്റളവിലുള്ള സാഹചര്യം നിരീക്ഷിച്ചു. എന്നാൽ ഒന്നും കണ്ടെത്താൻ ഡ്രൈവർക്ക് കഴിഞ്ഞില്ല. അതോടെ അയാൾ വണ്ടി നേരെ മുന്നോട്ടോടിച്ചു. പക്ഷേ മണൽത്തിട്ടയിലേക്ക് കയറിയതും വണ്ടിയുടെ ടയറുകൾ മണലിൽ താഴ്ന്നുപോയി. ഈ സമയം സ്നൈപ്പർ ഒറ്റ വെടിയുണ്ടകൊണ്ട് ടയർ തകർത്തു. ഡ്രൈവർ മെഷീൻ ഗൺ നിയന്ത്രിച്ചുകൊണ്ട് മുന്നിലെ മരുഭൂമിയിലേക്ക് തുരുതുര വെടിയുതിർത്തു. എന്നാൽ ഉണ്ടകളെല്ലാം തീർന്നിട്ടും കവർച്ചക്കാരുടെ നിഴൽ പോലും കാണാൻ അവർക്കായില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് സ്നൈപ്പർ വാഹനത്തിലെ ക്യാമറയും വെടിവെച്ച് തകർത്തു. ഈ സമയം മറ്റേ കവർച്ചക്കാരൻ ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് ആക്രമണം ആരംഭിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ വാഹനത്തിന്റെ ക്യാബിനിലെ താപനില 500 ഡിഗ്രിയായി ഉയർന്നു. ജീവൻ രക്ഷിക്കാനായി 2 ഡ്രൈവർമാർക്കും വാതിൽ തുറന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. എന്നാൽ അവരെ ദൂരെയുള്ള സ്നൈപ്പർ ആ നിമിഷം തന്നെ അവരെ 2 പേരെയും വധിച്ചു. ശേഷം പോലീസ് എത്തുന്നതിനു മുമ്പ് കവർച്ചക്കാർ മുൻകൂട്ടി കരുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ടയർ മാറ്റുകയും സ്റ്റീൽ പ്ലേറ്റുകൾ വിരിച്ച് വണ്ടി മുൻകൂട്ടി ഉണ്ടാക്കിയ ഒരു കുഴിയിലേക്ക് മാറ്റുകയും ചെയ്തു. കുഴി മൂടിയ ശേഷം ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മണൽ നിരപ്പാക്കി തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ചു. ഈ കഥ ദേ കെയിം ടു റോബ് ലാസ് വേഗസ് എന്ന ചിത്രത്തിലെയാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.